ലെനിൻ ഫോക്കസ് മീഡിയയിലേക്ക് സ്വാഗതം. AOJ ഓൺലൈൻ മാധ്യമ പ്രവർത്തകർക്കായി കൂട്ടായ്മ രൂപീകരിക്കപ്പെട്ടു. സംസ്ഥാനത്ത് ഓൺലൈൻ മാധ്യമ മേഖലയിൽ പ്രവർത്തിക്കുന്നവർക്കായി അസോസിയേഷൻ ഓഫ് ഓൺലൈൻ ജേർണലിസ്റ്റ് AOJ എന്ന പേരിൽ സംഘടന രൂപീകരിച്ചു. ഭാരവാഹികളായി വിജയരാജൻ കുഴുങ്ങാഞ്ചേരി, പ്രസിഡന്റ് KK സത്താർ, ജനറൽ സെക്രട്ടറി മനാഫ് ഇളയിടത്ത്, ട്രഷറർ TJ ഗീതു ഓടപ്പള്ളി, അനീഷ് കുമാർ വൈസ് പ്രസിഡന്റുമാർ, കൃഷ്ണദാസ് മേപ്പയ്യൂർ, സലീം പാടത്ത് സെക്രട്ടറിമാർ എന്നിവരെ തിരഞ്ഞെടുത്തു. കേരളത്തിൽ പ്രവർത്തിച്ചു വരുന്ന മുഴുവൻ ഓൺലൈൻ വാർത്താ ചാനലുകൾക്കായി അസോസിയേഷൻ നിലവിൽ വന്നത്. അസോസിയേഷൻ ഓഫ് ഓൺലൈൻ ജേർണലിസ്റ്റ് AOJ. ഓൺലൈൻ ചാനലുകൾ വാർത്തകൾ ആദ്യം ജനങ്ങളിൽ എത്തിക്കുന്നവരാണ്. ഓൺലൈൻ മാധ്യമ പ്രവർത്തകർ ഒരുപാട് കള്ളവാർത്തകൾ കൊടുക്കുന്നവരും ഉണ്ടാകാം. പക്ഷേ 90% കൃത്യമായി അന്വേഷണം നടത്തി വാർത്തകൾ ചെയ്യുന്നവരാണ്. പല മാധ്യമ പ്രവർത്തകരും ഭീഷണി നേരിടുന്നു. ജീവൻ വരെ നഷ്ടപ്പെടുന്ന ഈ മേഖലയിൽ നിന്നും ഒന്നും പ്രതീക്ഷിച്ചിട്ടല്ല പലരും വാർത്തകൾ ചെയ്യുന്നത്. ഇന്ത്യൻ ജുഡീഷ്യറിയുടെ 4ാം തൂൺ എന്ന് പറയുന്നത് മാധ്യമ പ്രവർത്തകരാണ്. വാർത്തകൾ അറിയാനുള്ള അവകാശം ജനങ്ങൾക്കുള്ളതുപോലെ തന്നെ വാർത്ത ജനങ്ങളിൽ എത്തിക്കുവാനുള്ള അവകാശവും മാധ്യമ പ്രവർത്തകർക്കുണ്ട്. പക്ഷേ ഇന്ന് വളച്ചൊടിച്ച വാർത്തകളും നിറം പിടിച്ച കള്ളങ്ങളും കേട്ട് ജനം മടുത്തു. മുതലാളിമാർക്ക് നിലനിൽപ്പിന് വേണ്ടിയും പരസ്യങ്ങൾ നൽകുന്ന കോർപ്പറേറ്റുകൾക്ക് വേണ്ടിയും പത്രമുതലാളിമാർക്ക് നിലനിൽക്കേണ്ട ഗതികേട് സ്വാഭാവികമായും വന്നേക്കാം. പക്ഷേ ഓൺലൈൻ മേഖല ഏവരെയും കടത്തി വെട്ടുന്ന രീതിയിൽ വളർന്നു. അതുകൊണ്ട് തന്നെ സംഘടനാ കൂട്ടായ്മ ആവശ്യമാണ്. ഇതിൻ്റെ ആവശ്യം മനസ്സിലാക്കിയാണ് അസോസിയേഷൻ ഓഫ് ഓൺലൈൻ ജേർണലിസ്റ്റ് AOJ എന്ന സംഘടന നിലവിൽ വന്നിട്ടുള്ളത്. എല്ലാ ജില്ലകളിലും ഓൺലൈൻ പ്രസ് ക്ലബ് തുടങ്ങുകയാണ്. പ്രസ് മീറ്റ് നടത്തുന്നവരുടെ വാർത്ത ലക്ഷക്കണക്കായ ഓൺലൈൻ ചാനലുകളിലൂടെ ലോകം മുഴുവൻ എത്തിക്കാൻ ഈ കൂട്ടായ്മയ്ക്ക് കഴിയും. ന്യൂസ് ഡെസ്ക്, ലെനിൻ ഫോക്കസ് മീഡിയ.